നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം തകർക്കാൻ അതിർത്തിക്കപ്പുറം ഗൂഢാലോചനകൾ നെയ്യുന്നവർക്ക് വൻ തിരിച്ചടി. വടക്ക് കിഴക്കൻ ഇന്ത്യയെ ചോരയിൽ മുക്കാനും അസ്ഥിരപ്പെടുത്താനും ബംഗ്ലാദേശിൽ നിന്ന് വേരുകളുള്ള ഒരു വലിയ ഭീകര ശൃംഖല അയച്ച ജിഹാദികൾ ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ പിടിയിലാണ്. വിഘടനവാദത്തിന്റെ വിത്തുപാകി രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ നോക്കിയ 11 പേരുടെ പദ്ധതികളാണ് അസം ത്രിപുര പോലീസിന്റെ സംയുക്ത നീക്കത്തിലൂടെ തകർക്കപ്പെട്ടത്. അങ്ങേയറ്റം ഗൗരവകരമായ ഒരു വാർത്തയാണത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ കൃത്യമായ മുന്നറിയിപ്പിനെ തുടർന്ന് അസമിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇമാം മഹ്മൂദ് കാഫില അഥവാ IMK എന്ന ഭീകര ഗ്രൂപ്പിന്റെ 11 അംഗങ്ങൾ പിടിയിലായത്. നാസിമുദ്ദീൻ, ജുനാബ് അലി തുടങ്ങിയ അസമിലെ വിവിധ ജില്ലകളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമായി ഭീകരവാദത്തിന്റെ വിത്തുപാകൽ നടന്ന 11 പേരെ പോലീസ് വലയിലാക്കി. ബംഗ്ലാദേശിലെ ജമാഅത്തുൽ മുജാഹിദീൻ, അൻസറുള്ള ബംഗ്ലാ ടീം, അൽ ഖ്വയ്ദ തുടങ്ങിയ കുപ്രസിദ്ധ ഭീകര സംഘടനകളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് പിന്നാലെ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്ന് മോചിതരായ ഭീകരർ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഗസ്വ ഇ ഹിന്ദ് അഥവാ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന വിനാശകരമായ ആശയമാണ് ഇവർ പ്രചരിപ്പിച്ചത്. അസം, പശ്ചിമ ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിലെ യുവാക്കളെ സോഷ്യൽ മീഡിയ വഴി സ്വാധീനിച്ച് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇവരുടെ ഒരു രീതി. പർബ ആകാശ് എന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൂടെ തീവ്രവാദം പ്രചരിപ്പിക്കുകയും ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്ത ഇവർ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഒരു സമാന്തര ഭരണം സ്ഥാപിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോട് സീറോ ടോളറൻസ് അഥവാ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയവും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ കർക്കശമായ നടപടികളും ചേർന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭീകരവാദം മുളയിലെ തന്നെ നുള്ളുകയാണ്. മുൻകാലങ്ങളിൽ കലാപങ്ങളുടെ കേന്ദ്രമായിരുന്ന ഈ ഒരു മേഖലയിൽ ഇന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇത്തരം കൃത്യമായ ഇന്റലിജൻസ് നീക്കങ്ങളുടെ ഫലം കൂടിയാണ്. നമ്മുടെ സുരക്ഷാ സൈനികർ ഉറക്കമുളച്ച് കാവലിരിക്കുന്നത് കൊണ്ടാണ് ഭാരതം ഇന്ന് സുരക്ഷിതമായിരിക്കുന്നതെന്ന് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. വിദേശ ശക്തികളുടെ സഹായത്തോടെ രാജ്യത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് ഒരു താക്കീതാണ് ഈ അറസ്റ്റ്. ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ മോദി സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. രാജ്യദ്രോഹികളുടെ ഒരു ഗൂഢാലോചനയും ഈ മണ്ണിൽ വിജയിക്കാൻ അനുവദിക്കപ്പെടുകയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.